എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. ഈ തിരുവചനത്തെ നമുക്ക് പലതിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് പഠിക്കാൻ കഴിയുന്നുണ്ട്. തേനിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണെന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന് നാം പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നു. ഇങ്ങനെ വചനത്തെ പലതിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ യാക്കോബ് പറയുന്നത്, ഒരുത്തൻ വചനം കേട്ടിട്ട് ചെയ്യാത്തവനായിരുന്നാൽ തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോട് ഒക്കുന്നു എന്നാണ്. കണ്ണാടി എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും. നമുക്കറിയാം, വീടിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ചും ആളുകളുടെ സൗകര്യം അനുസരിച്ചും കണ്ണാടികൾ വീട്ടുകളിൽ വയ്ക്കാറുണ്ട്. മിക്കവാറും എല്ലാ മുറികളിലും തന്നെ കണ്ണാടികൾ വയ്ക്കുന്ന ആളുകളുണ്ട്. വളരെ നേരം കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിക്കുന്ന ജീവിതങ്ങളുണ്ട്. എന്നാൽ പോലും വീട്ടിൽ ഈ കണ്ണാടി എല്ലാം ശ്രദ്ധിച്ചിട്ടും പുറത്തിറങ്ങിയാലും എവിടെങ്കിലും കണ്ണാടി കണ്ടാൽ അതും കൂടെ ശ്രദ്ധിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, സ്കൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബൈക്ക് ഉപയോഗിച്ചിട്ടുള്ള ആളുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബൈക്ക് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും അങ്ങോട്ടും ഇവിടെ പോയിട്ട് വരുമ്പോൾ ബൈക്കിന്റെ സൈഡ് മിറർ നേരെ തലതിരിഞ്ഞിരിക്കുന്നതാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിലും പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആളുകൾ മുടി ചെയ്യാൻ വേണ്ടി, മുഖം നോക്കാൻ വേണ്ടി ഈ ബൈക്കിന്റെ സൈഡ് മിറർ തിരിച്ചും മറിച്ചുമൊക്കെ വെച്ചതാണ്. അപ്പോൾ വീട്ടിൽ കണ്ണാടി എത്ര നോക്കിയെന്ന് പറഞ്ഞാലും പുറത്തിറങ്ങി ഒരു കണ്ണാടി കണ്ടാൽ നോക്കാത്തൊരു ചുരുക്കമാണ്. ഇത് സത്യത്തിൽ എന്തിനെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അഭംഗിയോ എന്തെങ്കിലും മുഖത്തിനുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ മുഖം മിനുക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണല്ലോ. മറ്റുള്ളവര് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ന് കാണുമ്പോൾ മോശമായിരിക്കരുത് എന്നുള്ള ചിന്തയോടെയാണല്ലോ. എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ഒരു നല്ല ഹൃദയം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമാണ്. ആ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. മനുഷ്യർക്ക് നമ്മുടെ മുഖം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. നാം ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കാണാൻ കഴിയും. എന്നാൽ മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് ദൈവം നോക്കുന്നതുമായ ഹൃദയത്തെ എത്ര പാവനമായി നാം സൂക്ഷിക്കണം എന്ന് നാം മനസ്സിലാക്കുക. ദൈവം തൂക്കി നോക്കുന്ന ഹൃദയത്തെയാണല്ലോ. നമുക്കറിയാം, ഒരിക്കൽ ബെൽശസ്സർ രാജാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ തൂക്കി നോക്കുന്നത് നമ്മുടെ ഹൃദയ നിലവാരം അനുസരിച്ചാണ്. അല്ല ബെൽശസ്സറിന്റെ വെയിറ്റ് നോക്കിയതല്ലോ ദൈവം, ശരീരത്തിന്റെ വെയിറ്റ് അല്ലല്ലോ ദൈവം നോക്കിയത്. ഹൃദയത്തെ ഒന്ന് തൂക്കി നോക്കി.
അപ്പോൾ മനുഷ്യർക്ക് കാണുവാൻ വയ്യാത്ത നമ്മുടെ ഹൃദയത്തെ ദൈവം തൂക്കി നോക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ എത്ര നിർമ്മലതയോടെ നാം സൂക്ഷിക്കപ്പെടും. അതുതന്നെയാണ് യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ശുദ്ധവും നിർമ്മലവുമായ ഒരു ഭക്തി സൂക്ഷിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.